എന്ത് ചെയ്യണമെന്നും അറിയാമെങ്കിലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 1900 എണ്ണം തികയുന്ന ഈ അധ്യായം പറയുന്നത് ഇങ്ങനെയാണ്: ലൈഫ് ഫ്ലോസ് ത്രൂ അവെയർ റിസീവിംഗ് ആൻഡ് റെസ്പോൺസിബിൾ റെസ്പോണ്ടിങ്. പ്രായോഗിക അവബോധനം എന്നുള്ള 7-ാം അധ്യായത്തില് ആശയത്തിൽ നിന്ന് പ്രയോഗത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അതിൽ പ്രകൃതി നമ്മോട് എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, നാം ഈ സന്ദർഭങ്ങളോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ജീവിക്കുക എന്നുള്ളത് എന്താണ് എന്നീ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. മുമ്പ് പറഞ്ഞതുപോലെ 1900 സെഷനാണിത്. ഈ 1900 സെഷനുകളിലൂടെ നമ്മൾ കടന്നു വന്നത് 6 വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇത്രയും നാൾ തുടർന്ന് യാത്ര ചെയ്യാൻ നമുക്ക് പശ്ചാത്തലമായ നമ്മുടെ എല്ലാ അനുവാചകർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസവുമായിട്ട് കോട്ടക്കാർവ് എന്നുള്ള വിഷയത്തിന്റെ ആശയം എന്നുള്ളതിലാണ് നിന്നിരുന്നതെങ്കിൽ അതിന്റെ പ്രയോഗം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ആശയത്തിൽ നിന്നും പ്രയോഗത്തിലേക്ക്. അപ്പോ ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, പക്ഷെ പ്രാക്ടിക്കലാക്കാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണ്, അതിന്റെ ഒരു പശ്ചാത്തലം എന്ത് എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് പ്രാക്ടിക്കലാക്കാൻ കോട്ടക്കാർവ് എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇതില് ഈ അധ്യായം വെളിച്ചം വീശുന്നത്. അതായത് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവ് വേണം. നമുക്ക് എന്തിലേക്ക് മാറണം, എവിടെ നിന്ന് മാറണം, എങ്ങനെ മാറണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമാണ് ബോധപൂർവമുള്ള ഒരു മാറ്റം സംഭവിക്കുക. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് അറിവുകളാൽ മാറുന്നില്ല. അറിവ് പ്രയോഗമാകണം. ആ പ്രയോഗമാകുമ്പോഴാണ് മാറ്റം നമ്മൾ സംഭവിക്കുക. അവിടെ അവബോധവും ഉത്തരവാദിത്വവും ഒരുമിക്കുമ്പോഴാണ് ശരിയായ ഒരു ജീവനം രൂപപ്പെടുത്തുന്നത്. ഈ മാറിയ ജീവനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവനം എന്നുള്ള പ്രോസസ് രൂപപ്പെടുന്നത് അവബോധം, നമ്മുടെ അവബോധ തലങ്ങളെല്ലാം കൂടെ കൃത്യമായിരിക്കണം. അവയുടെ മുകളിൽ നമ്മൾ അവെയറായി അതിനെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഒന്നിപ്പിക്കണം. ഇത് ചെയ്യുമ്പോഴാണ് ഈ നമ്മളിൽ മാറ്റം ഉണ്ടാവുന്നത്. നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി, അല്ലെങ്കിൽ കോട്ടക്കാർ വഴി നമ്മൾ ജീവിതത്തെ അതിന്റെ ശുദ്ധമായ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക്, ഒപ്റ്റിമം ലെവലിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പോ അവിടെ ചെയ്യേണ്ടത് ഇതാണ്. കോട്ടക്കാർവിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, പ്രകൃതി നമ്മളോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംവാദത്തോട് കൃത്യമായി പ്രതിനില കൊള്ളുന്നതാണ് ജീവനം എന്നുള്ളതാണ്, അല്ലെ? അവിടെ അവബോധവും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മാറ്റം സംഭവിക്കുക. നമുക്ക് ജീവിതത്തിൽ അറിയാം, പലപ്പോഴും മാറ്റം വേണമെന്നറിയാം. അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള അവബോധക്കുറവ് കൊണ്ടാണ്. തോട്ടക്കാരും അവിടെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ കൂടുതൽ റിഥമിക്കാണ്, കൂടുതൽ ലോജിക്കലാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മളിൽ ഉണ്ടാക്കിത്തരും. അവബോധത്തിന്റെ തലങ്ങളിൽ എവിടെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലായ്മ. ഇത് നമ്മുടെ ഉള്ളില് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്യേണ്ടതാണ്. ഇപ്പൊ വഴി കൂടെ പോകുന്ന സമയത്ത് അവരുടെ മുള്ളിൽ കിടക്കുകയാണെങ്കിൽ എന്റെ കാലിൽ കുത്താതിരിക്കാനായിട്ട് നമ്മൾ അതിനെ മാറ്റിവെക്കും. എന്റെ കാലിൽ കുത്തുന്ന അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിലേക്ക് ഇടപെടാതെ പോവുക. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ കുറവാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ ഒരു തോന്നൽ, ഈ ഒരു തോട്ട് പാറ്റേൺ നമ്മളെ അഫക്ട് ചെയ്യാറ്. അപ്പോ അവിടെ ഒരു വ്യക്തത വേണം. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തോടും മാത്രമല്ല, നമ്മുടെ പരിസരത്തോടും കൂടെ ഉണ്ടാകേണ്ടത്. കാരണം പരിസ്ഥിതിയും ആത്മസ്ഥിതിയും കൂടെ ചേർന്നതാണ് ഞാനെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ
അത് സംഭവിക്കുന്നു. അപ്പോ ഈ പരിസ്ഥിതിയും ആത്മസ്ഥിതിയും തമ്മിലുള്ള ബന്ധം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കൈകാര്യക്ഷമത നമ്മളിൽ ബോധപൂർവം ഉണ്ടായി വരണം. അതിനാണ് കോട്ടക്കർവ് സഹായിക്കുക. അവിടെ അറിവും പ്രയോഗവും തമ്മിലുള്ള ആ ഒരു ബ്രിഡ്ജ് അത് കോട്ടക്കർവ് ഉണ്ടാക്കി തരും. അത് കുറയുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കാര്യങ്ങള് നമുക്കൊരു പ്രകൃതി നൽകുന്ന നിർദ്ദേശം ഉണ്ടല്ലോ, ആ നിർദ്ദേശം കാണുന്ന സമയത്ത് ഉടനെ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. പ്രയോഗത്തിൽ ആദ്യം തന്നെ ഈ നമ്മളോട് പ്രകൃതി സംവദിക്കുന്ന കാര്യത്തെ സ്വീകരിക്കാൻ, സസെപ്റ്റബിൾ ആകാനുള്ള ഒരു ശേഷി ഉണ്ടാവണം. അതിന് ഏറ്റവും തടസ്സമാകുന്നത് ഞാൻ എന്നുള്ള ഭാവമാണ്. ഈ ഞാനിന്റെ പല രൂപങ്ങളുണ്ട്. ഞാൻ എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ഡംബ് ഉണ്ടാവാം, ആഢ്യത്വം ഉണ്ടാവാം, ഭയമുണ്ടാവാം, ഇൻഫീരിയോറിറ്റി ഉണ്ടാവും. പല രൂപത്തിൽ ഈ അഹം പ്രത്യക്ഷമാവും. അതുകൊണ്ടെല്ലാം തന്നെ നമ്മിലേക്ക് വരുന്ന നിർദ്ദേശം എന്നുള്ളത് ചിലപ്പോ ഒരു നിമിഷം നമ്മുടെ മുന്നിലേക്ക് സംഭവിക്കുന്ന ഒരു സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി നൽകുന്ന നിർദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായിരിക്കാം. നമ്മുടെ മുന്നിൽ പല രൂപത്തിൽ വരും. അപ്പൊ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു നിർദ്ദേശമായിട്ട് വരുന്ന സമയത്ത് ഒരാളിപ്പോ നമ്മളോട് പറയുന്നത് എഴുന്നേറ്റ് മാറിയിരിക്കുന്നു, ഞാൻ എന്തിനാ എഴുന്നേക്കുന്നത് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ മുമ്പിൽ വന്ന ആ പറച്ചിൽ എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് വന്നത് എന്ന് ശ്രദ്ധിക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ ആ സ്വീകരണ ശേഷി അവിടെ ഇല്ലാതായി. അവിടെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ യുക്തിയോ നമ്മുടെ അഹമോ ഒക്കെയാണ് പ്രവർത്തിച്ചത്. അപ്പോ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ ഉള്ളിൽ കുറയുന്ന സമയത്ത് നമുക്ക് പ്രയോഗിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച പ്രതിനില കൊള്ളുന്ന ഒരവസ്ഥയില്ല, പ്രതികരണം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. പ്രതികരണത്തിലെ കൃത്യത കുറവുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. നമുക്ക് കൃത്യമായിട്ട് പ്രകൃതി നമ്മളോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയോട് നൈമിഷികമായി തന്നെ തൽക്ഷണങ്ങളിൽ തന്നെ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്ത് നിൽക്കാനുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ, അവിടെ അതിനുള്ളൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, അതിനുള്ളൊരു ആക്യുറസി ഇല്ലെങ്കിൽ, അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അറിയുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ കഴിയാതെ പോകും. അപ്പോ അവബോധപൂർവം സ്വീകരിക്കാനും പ്രതികരിക്കാനും കഴിയുമ്പോൾ ജീവിതം നമ്മളിലൂടെ തടസ്സമില്ലാതെ ഒഴുകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണെങ്കിലും പ്രകൃതി നമ്മളോട് ആശയവിനിമയം എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു മഹാവിധാനത്തിന്റെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഭൂമി എന്ന കൂടിനകത്ത്, ജീവരാശി എന്ന കൂടിനകത്ത്, മനുഷ്യൻ എന്ന രാശി എന്ന കൂടിനകത്ത്, മനുഷ്യൻ എന്ന കൂടിനകത്ത്, മറ്റേ അവയവങ്ങൾ എന്ന കൂടിനകത്ത്, കലകൾ എന്ന കൂടിനകത്ത്, ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം ഏക ശരീരമാണ്. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വായുമണ്ഡലം നമ്മൾ കാണുന്നില്ല, ഇവിടെയുള്ള ഊർജ മണ്ഡലങ്ങൾ കാണുന്നില്ല, ഇവിടെയുള്ള വിവിധ എന്താ പറയാ വിനിമയ സങ്കേതങ്ങൾ, ഇപ്പോ ഒരു ക്വാണ്ടം ഫീൽഡ് ആണെങ്കിലും ശരി, ബോധത്തിന്റെ ഫീൽഡ് ശരി, ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ഞാൻ ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു, അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു, ഇതിനിടയിലുള്ള സമയം ഗ്യാപ്പാണ്. പക്ഷെ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്താണ് നിൽക്കുന്നത് എന്ന് നമ്മൾ നെറ്റ്വർക്ക് പാറ്റേൺ വഴി നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പോ ഈ കണക്റ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഒന്ന് ചലിക്കണമെങ്കിൽ മറ്റുള്ളവയെല്ലാം ചലിക്കണം. കാരണം നെറ്റ്വർക്കാണ്, എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോ ഇവിടെ ഇതിന് ചലനം സംഭവിക്കണമെങ്കിൽ മറ്റുള്ളവ ചലിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവ ഇവയ്ക്ക് ചലന പ്രേരണ നൽകണം. ആ ചലന പ്രേരണ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചലനമായിട്ടാണ് നമുക്ക് ബോധ്യമാവുക. ഇത് ചലിക്കുന്ന സമയത്ത് നമ്മള് കട്ടിലിൽ രണ്ടുപേര് കിടക്കുകയാണ്. അപ്പോ ഒരാളൊന്ന് അനങ്ങുമ്പോൾ മറ്റേ ആൾ അതിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു അനുരൂപണമാണ്, പരസ്പരാനുരൂപമാണ്. ഇത് പ്രകൃതിയിൽ എങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഇതിലുള്ള നിഷ്ക്രിയത്വം അല്ലെങ്കിൽ ജഡത്വം കൊണ്ട് സംഭവിക്കാതെ വരാം. ഒന്നോ ചലിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഡെഡ് ബോഡി ആണെങ്കിൽ ഞാൻ ചലിക്കില്ല, അല്ലെങ്കിൽ എങ്ങനെ നിഷ്ക്രിയത്വം. പിന്നെ ഈ നിഷ്ക്രിയത്വം പോലെ തന്നെ ഒന്നാണ് ഈ അജ്ഞത എന്നുള്ളത്, ചലിക്കണം എന്നുള്ള അറിയായിക, പ്രതികരണ ശേഷിയില്ലായിക, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ ഇവിടെ ഒരു ചലനം ഉണ്ടാകുന്ന സമയത്ത് ആ ചലനത്തിനനുസരിച്ച് പ്രതിനില കൊള്ളുവാൻ ഇപ്പുറത്തേക്ക്
ഒരു സംവേദനം നടക്കുന്നുണ്ടല്ലോ. ആ സംവേദനത്തിന് പ്രത്യേക ആശയവിനിമയം എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയില്ല. ഇന്ദ്രിയങ്ങളുള്ള ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ ചുറ്റും പലതും സംഭവിക്കുന്നുണ്ട്. ഇലകൾ അനങ്ങുന്നുണ്ട്, മറ്റേ ജീവികൾ ചലിക്കുന്നുണ്ട്, പല ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്റെ ചുറ്റുപാടും സംഭവിക്കുന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ പരിസരത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്നതേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ അത് എന്നോടുള്ള സംവേദനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പ്രകൃതി നമ്മുടെ മുന്നിൽ പല സംഭവങ്ങളിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ സംഭവവും സന്ദർഭങ്ങളായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഓരോ മൊമെന്റുകളായിട്ട്, ഓരോ ഇൻസ്റ്റൻസസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിൽ തുറന്നു വരിക. അപ്പോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം, ഞാനും എന്റെ പരിസ്ഥിതിയും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിത സന്ദർഭങ്ങളുടെ തുടർച്ചയായ പ്രവാഹമാണ്. അതിലെ ഓരോ നിമിഷവും നമുക്കുള്ള സന്ദേശങ്ങളാണ്. നമ്മൾ ആ സന്ദേശത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുക, നമ്മളെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കണം, അഭിമുഖമായി വെച്ചിരിക്കുകയാണ്. അവിടെ ജീവിതം നമ്മളോട് നിരന്തരം സംവദിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യരുത് എന്നുള്ളത്. ആ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയുന്ന സന്ദർഭത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് തരുന്ന സന്ദേശങ്ങളോട് നമ്മൾ പ്രതിനില കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ പ്രതിനില കൊള്ളണമെങ്കിൽ അതിനോട്, അതായത് നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭങ്ങളോട് അല്ലെങ്കിൽ ആ സന്ദേശങ്ങളോട് അനുരൂപപ്പെടാൻ, പൊരുത്തമാകാനുള്ള ശേഷി നമ്മിൽ ഉണ്ടാവണം. പൊരുത്തമാകാനുള്ള ശേഷിയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക. ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ഈ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ആ ജ്ഞാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ജ്ഞാനം സംഭവിക്കുന്നത് അവബോധ തലങ്ങളിലൂടെയാണ്. ആന്തരികമായും ബാഹ്യവുമായിട്ടുള്ള അവബോധ തലങ്ങളിലൂടെയാണ് ജ്ഞാനം എന്നുള്ള പ്രക്രിയ സംഭവിക്കുന്നത്. ജ്ഞാനപ്പെടൽ എന്നുള്ള പ്രക്രിയ സംഭവിക്കുന്നത് അവിടെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ഈ ജ്ഞാനം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമുക്ക് കിട്ടുന്ന സന്ദേശത്തെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ സന്ദേശത്തിലൂടെ നമ്മളോട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇനി ജ്ഞാനം ഉണ്ടെന്നിരിക്കട്ടെ, ജ്ഞാനത്തിന് ശേഷിയുണ്ടെങ്കിൽ പോലും നമ്മുടെ അഹം അതിനിടയിൽ ബാരിയറായി വന്നാൽ, നമ്മുടെ യുക്തി അതിനിടയിൽ ബാരിയറായി വന്നാൽ, നമ്മുടെ സംസ്കാരം അതിനിടയിൽ ബാരിയറായി വന്നാൽ, നമ്മുടെ തൊഴിൽ പശ്ചാത്തലം ബാരിയറായിട്ട് വന്നാൽ, നമ്മുടെ അജ്ഞത, ഈ ജ്ഞാനം എന്നുള്ളൊരു ഫാക്കൽറ്റി ആയിട്ട് ഉണ്ടാകുമ്പോൾ പോലും അജ്ഞത എന്നുള്ള ഒരു കാര്യം അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോഴൊന്നും നമുക്ക് പ്രതികരിക്കാൻ കഴിയാതോ, അല്ലെങ്കിലോ ഇംപ്രോപ്പർ ആയിട്ട് പ്രതികരിക്കും. അപ്പൊ ഈ പ്രകൃതി നൽകുന്ന സന്ദേശത്തെ നമ്മൾ വിച്ഛേദിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രകൃതി എന്താണോ കൽപ്പിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോ എന്റെ മോളുടെ സ്റ്റാറ്റസിൽ കുറെ നാളുണ്ടായിരുന്ന ഒരു സംഭവമാണ്, എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നു തന്നെയാകണേ ഈശ്വര എന്ന്. പ്രകൃതിയുടെ കൽപ്പന അതാണ് സംഭവിക്കുക, അതാണ് സംഭവിക്കേണ്ടത്. അത് തന്നെ ഞാൻ ഇച്ഛിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രതിനില കൊള്ളുവാൻ പ്രകൃതിക്കും, പ്രകൃതിയുടെ കൽപ്പനയ്ക്കനുസരിച്ച് പ്രതിനില കൊള്ളുവാൻ എനിക്കും കഴിയുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. അങ്ങനെയാകണേ ഈശ്വര എന്നാണ് അവളുടെ പ്രാർത്ഥന. അപ്പോ ജീവിതം നമ്മെ നിരന്തരം നമ്മളോട് സംസാരിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രകൃതി. ഇത് നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സന്ദർഭങ്ങളോട് എങ്ങനെയാണ് കണക്ട് ആയി നിൽക്കുന്നത്. പ്രകൃതി നൽകുന്ന സന്ദർഭങ്ങളെ സ്വീകരിക്കും. അപ്പൊ സ്വീകരിക്കുക എന്നൊരു കാര്യമുണ്ട്, സസെപ്റ്റബിലിറ്റി എന്ന് പറയും. സസെപ്റ്റബിലിറ്റിയെ തകർക്കുന്നത് പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ അജ്ഞതയും അഹവുമാണ്. യുക്തിയുടെ രൂപത്തിലൊക്കെ ഇത് പ്രവർത്തിക്കും. ഈ പ്രകൃതി നൽകുന്ന സന്ദർഭങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത്, അതെന്തോ ആയിക്കോട്ടെ സ്വീകരിക്കുക. ആ സ്വീകരിക്കുക. ഇപ്പൊ അഗ്നിയാണ് വരുന്നത്, സ്വീകരിക്കുക വെച്ചാൽ അതിന്റെ മുകളിൽ പോയി വീഴുക എന്നുള്ളതല്ല. അഗ്നിയോട് അനുരൂപപ്പെടാൻ പ്രകൃതി നമുക്ക് നൽകിയ ഒരു രീതിയുണ്ട്. അഗ്നിയിൽ നിന്നും സഹിക്കാവുന്ന അളവിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത്. ഇത് അതിനോട് അപ്പുറത്തേക്ക് പോയാലും ഇപ്പുറത്തേക്ക് പോയാലും അത് പുലിവാല. അപ്പോ പ്രകൃതി നൽകുന്ന സന്ദർഭങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് നമ്മുടെ മുന്നിൽ ഒരാൾ ഒരു കാര്യം അവതരിപ്പിക്കുന്നു,
അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെ സ്വീകാര്യതയോടെ, കാരണം അത് പ്രകൃതിയാണ് നൽകുന്നത്, അതിനെ സ്വീകാര്യതയോടുകൂടി കണക്കാക്കാൻ നമുക്ക് കഴിയണം. ഒരാൾ ഒരു നിർദ്ദേശം നൽകിയാൽ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ അതിപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അഗ്നിയാണെന്നിരിക്കട്ടെ, അപ്പൊ അവയോട് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. അഗ്നി മുമ്പിൽ വരുമ്പോൾ അതിനനുസരിച്ച് വേണ്ടുന്ന ഗുണകരമായ അളവിൽ ദൂരത്തേക്ക് മാറി നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ എടുക്കണം. ഞാൻ മാറൂല, എന്റെ നേരെ വന്നോട്ടെ. ഈ മറ്റേ ശ്രീനിവാസൻ മറ്റേ സിനിമ പറഞ്ഞല്ലോ, കിടാവേടി എന്ന് പറയുന്ന പോലെ, അതല്ല ഉത്തരവാദിത്വം. നമുക്ക് അതനുസരിച്ച് മാറി നിൽക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. അതല്ല, അത് നമ്മളോട് അനുകൂലമായിട്ടുള്ള ഒന്നാണെങ്കിലും അത് എന്നേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കമാൻഡ് അവിടെ നിന്ന് വരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് എനിക്കുള്ള സംവേദനമാണ്, എനിക്കുള്ള നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുകയും അതിനോട് പ്രതിനില കൊള്ളുവാനുള്ള ദൗത്യം, ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യണം. ഈ സ്വീകരണം, പ്രതികരണം, ഇതാണ് ജീവിതത്തെ അവിടെ ആ സന്ദർഭത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രതികരണം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണോ അത് ജീവിതത്തിന് ഗുണകരമാവും. പ്രതികരണം ക്വാളിറ്റി ഇല്ലെങ്കിൽ ജീവിതം ഗുണകരമായിരിക്കില്ല. കൃത്യമായിട്ടുള്ള പ്രതികരണമാണുള്ളതെങ്കിൽ കൃത്യമായിട്ടുള്ള ജീവിതം നമുക്ക്. അപ്പോ ആ വരുന്ന കാര്യത്തെ സ്വീകരിച്ച് അതിനോട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിന്റെ ആ പ്രതിനില കൊള്ളുന്നതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതം ആക്യുറേറ്റ് ആയിട്ട് എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കണം ജീവിതം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എനിക്കിങ്ങനെ വന്നല്ലോ ഭഗവാനെ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. സത്യത്തിൽ ജീവിതം നമ്മുടെ മോളിൽ വന്ന് വീഴുന്നൊന്നുമല്ല, നമ്മൾ അതിനോട് പ്രതിനില കൊള്ളുന്ന രീതിയിലാണത് ജീവിതം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാം ഉണ്ടാവും. ആ വരുന്ന കാര്യങ്ങളോടും പ്രതിനില കൊള്ളുവാനുള്ള നിങ്ങളുടെ സ്വീകാര്യത, ഉത്തരവാദിത്വം, അതിന്റെ അവബോധ തലങ്ങളിൽ തമ്മിലുള്ള ക്ലാരിറ്റി, നിങ്ങളുടെ എന്താണ് കോർട്ടിക്കൽ ഗൈഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ ജീവിതം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്നത്. എന്താണ് ജീവിതം? ഈ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിനില കൊള്ളലാണ്, പരിസരവുമായി ചേർന്ന് പ്രതിനില കൊള്ളലാണ്. പരിസരം എന്ന് പറയുമ്പോൾ ബാഹ്യ പരിസരവും ആന്തരിക പരിസരവും ഉണ്ട്. ബാഹ്യ പരിസരത്തോടും ആന്തരിക പരിസരത്തോടും പ്രോപ്പറായ രീതിയിലുള്ള പ്രതിനില കൊള്ളലാണ്, പ്രതികരിക്കലാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതം എന്ന് പറയുന്നത് സ്വീകരണത്തിന്റെ പ്രതികരണത്തിന്റെ തുടർച്ചയാണ്. സ്വീകരിക്കുന്നു, പ്രതികരിക്കുന്നു, അതങ്ങനെ തുടർന്നു പോകുന്നതിനാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് ജീവന്റെ ഗുണം നിർണ്ണയിക്കുന്നു, ജീവിതത്തിന്റെ ഗുണം നിർണ്ണയിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. അപ്പോൾ വ്യക്തത വേണം, കൃത്യത വേണം, സ്വീകരണശേഷി വേണം, മെച്ചപ്പെടുത്തൽ വേണം. ഇത് ജീവന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ജീവനം എന്നത് ബോധപൂർണമായ സ്വീകരണവും ഉത്തരവാദിത്തമുള്ള പ്രതികരണവുമാണ്. ഇനി ഒന്ന് പരിശോധിക്കും. പ്രകൃതി സംഭവങ്ങളിലൂടെ നമ്മളോട് നിരന്തരം സംസാരിക്കുന്നു. ഓരോ സംഭവവും ഒരു സന്ദർഭമായി നമ്മുടെ മുന്നിൽ തുറക്കുന്നു. ആ സന്ദർഭങ്ങൾ എങ്ങനെ സ്വീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ജീവിതത്തിന്റെ ഗുണം നിർണ്ണയിക്കുന്നു. ഈ അവബോധം ഉണ്ടല്ലോ, അവബോധ തലങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യം, അവയുടെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങൾ, അതിനോടുള്ള ഉത്തരവാദിത്വം, അത് കൂടുന്ന സമയത്ത് ജീവിതം കൂടുതൽ കൃത്യമാവും, ബാലൻസ്ഡ് ആവും. അപ്പോ പ്രകൃതി നമ്മളോട് നിരന്തരം കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളോട് കൃത്യമായി ബോധപൂർണമായി പ്രതിനില കൊള്ളലാണ് ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ അറിവുണ്ടായിട്ടും ഈ വക കാര്യങ്ങളിൽ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അറിഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ ഈ കൃത്യമായിട്ട് അറിവുണ്ടായിട്ട് അത് പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഈ പ്രകൃതി നൽകിയിട്ടുള്ള ആ ഫോർമുലയിൽ എവിടെയോ നിങ്ങൾ ഒരു കുഴപ്പം വരുത്തുന്നു എന്നുള്ളതാണ്. അത് കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്തിട്ട് ആ സംഭവത്തെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവും. ഇത് ശരിയാക്കാൻ വേണ്ടിയാണ് കോട്ടക്കാർ. നമ്മൾ ഈ അവബോധ തലത്തിൽ നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ നില, അതിനെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത്, നമ്മുടെ ന്യൂനത എന്താണ്, നമ്മുടെ ആധിക്യങ്ങൾ എന്താണ്, നമ്മുടെ പരിഹാരം എന്താണ്, പരിസരത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബോധ്യം വരാനും അതിൽ നിന്ന് മാറാനുള്ള ശേഷികൾ ആർജിക്കാനും വേണ്ടിയുള്ള പരിശീലനമാണ് കോട്ടക്കാർ. ഇനി കോട്ടക്കാർ കൊണ്ട് നമ്മുടെ ഫിസിക്കലായിട്ടും അവബോധപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിയാലോ?
ഇനി അതിനെ മനസ്സുപയോഗിച്ച് അതിനെ ടൈം ചെയ്ത് മെച്ചപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ആ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോധത്തിന്റെ ഓരോ തലങ്ങളെയായിട്ട് നമ്മൾ എടുത്ത് പതുക്കെ 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 മാറ്റിക്കൊണ്ടുവരും. ഇത് കോട്ടക്കാരനോടൊപ്പം ചെയ്യണം. പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കോട്ടക്കാരൻ കൂടെ ചെയ്യണം. എങ്കിലാണ് ഈ സമന്വിതമായിട്ടുള്ള ഒരു മാറ്റം, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്താണോ നമ്മൾ അറിഞ്ഞത് ആ മാറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മാറാൻ കഴിയും. ഇനി ഇത് എവിടേക്കാണ് എത്തിക്കുന്നത്? ആത്മയാനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് നമ്മുടെ ആത്മയാത്രയുടെ, ആത്മപരിവർത്തനത്തിന്റെ, ശുദ്ധമായ ആത്മത്തെ കണ്ടെത്തുന്നതിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ സജ്ജമാക്കും. ഈ ഒരു ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയൂ. അല്ലാത്തവർക്ക് അത് അവിടെ എത്താൻ കഴിയില്ല എന്നത് കൂടെ ബോധ്യപ്പെടുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇവയുടെ സ്റ്റേറ്റസ് എന്താണെന്നുള്ള ഒരു പരിശോധനയുമായിട്ട് നാളെ വരിക. നമുക്ക് തുടർ പാഠങ്ങളോട് വീണ്ടും പോവാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.